ഹലോ, ഇത് ഞങ്ങളുടെ പോപ്സ് സർബത്തായിട്ട് പോയതൊരു സ്ഥലത്താണ്. ഏകദേശം ഇത് കാണുമ്പോഴേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും, കപ്രിക്കാട്. ഇത് ഞങ്ങൾ ഏതെല്ലാം സ്ഥലത്തേക്കിടെ പോലും ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണിത്. ഇത് കുട്ടികൾ ഏതോ സ്കൂളിൽ നിന്ന് വന്നിട്ട് അയ്യോ ഉടുമ്പ് കുട്ടികൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്. ഈ പോണുണ്ടാവുക ഉടുമ്പിൻ്റെ കുഞ്ഞാട്ടത്. പിള്ളേരൊക്കെ കണ്ടത് പേടിച്ചിരിക്കുകയാണ് എല്ലാവരും. ഈ പുള്ളിയുടെ സ്വന്തമായ ആവാസ സ്ഥലത്ത് കിടക്കുന്ന നടക്കുകയാണ്. സ്കൂൾ കുട്ടികളൊക്കെ ഒത്തിരി വരുന്ന സ്ഥലം കേട്ടോ അത്. എല്ലാവരും ഞങ്ങൾ അങ്ങനെ അവിടെ ക്യാൻറ്റീനിലെത്തി. ഇവിടെ ഞങ്ങളുടെ സർബത്തുണ്ട്, പോപ്സ്. ഇത് മരത്തിലുണ്ടാക്കിയ സാധനങ്ങളാണ്. പിന്നെ എല്ലാം വനവിഭവങ്ങളാണ് എല്ലാം. ഉണ്ടോ, ചെറിയ ചെറിയ ആനക്കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ടോ? പിന്നെ കണ്ടോ, വള്ളം, എല്ലാ സാധനങ്ങളും എല്ലാ വനവിഭവങ്ങളാണ്. തേൻ, അങ്ങനത്തെ സാധനങ്ങൾ മരത്തിലുണ്ടാക്കിയത്. ഇതെന്താണ് എന്ന് ഞാൻ നോക്കി. കുറച്ച് നേരം അതിൽ കയറി ആട്ടാനൊന്നും ആരുമില്ല. തന്നെ കുറച്ച് നേരം അടി വയ്ക്കും. ഒരു രസം, നല്ല രസമാണ്. പിന്നെ നല്ല എന്താ പറയുക, ഒരു നല്ല വൈബാണ്. കുറച്ച് നേരം ഊഞ്ഞാല കയറി അടി വയ്ക്കും. ഉണ്ടോ, നല്ല റിവർ പോയിൻറ്റിൽ ശരിക്കും പറഞ്ഞ പുഴയോട് ചേർന്ന് പല സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും നല്ല ഒരു ഗൃഹാതുരത്വം തുളുമ്പുന്നൊരു സ്ഥലമുണ്ടല്ലോ. അത് വന്നവർക്കറിയാം, ഒരു ഹോംലി ഫീലാണ് നമുക്ക്. അതുപോലെ തന്നെ കുളിക്കാനിറങ്ങാവുന്ന കടവുകൾ സൗകര്യമുണ്ട്. സൂക്ഷിക്കണം അവിടെ. അതുപോലെ ഫോറസ്റ്റ് സെക്യൂരിറ്റി ഗാർഡുകളൊക്കെ ഉണ്ട്. അവരുടെ നിർദ്ദേശങ്ങളൊക്കെ കേൾക്കണമൊക്കെ നല്ലതാണ്. ഞങ്ങൾ പെരുമ്പാവൂർ അടുത്തുള്ളൊരു സ്ഥലമാണ് കോടനാട്. പെരുമ്പാവൂർ, പാണിയേലി, പാണംകുഴി, ഇതൊക്കെ പെടുന്ന മലയാറ്റൂർ, ഇതെല്ലാം പെടുന്ന ഒരു സ്ഥലത്ത് വിട്ട ഒരു അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണത്. അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങളുടെ വാഹനവുമായി തിരിച്ചു പോകാനുള്ളതിലാണ്. മിഥുൻ നമ്മുടെ സന്തത സഹചാരിയാണ്. അങ്ങനെ ഞങ്ങൾ പോണ്. എല്ലാവർക്കും യാത്രയൊക്കെ പറഞ്ഞ് പോവാണ്. ടാറ്റയൊക്കെ കൊടുത്ത് എല്ലാവർക്കും.